റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഉം. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റേ ഉണ്ടായിരുന്നില്ല. ആ. എൻ്റെ ഹസ്ബൻഡ് അർജുൻ ഉണ്ണിയേട്ടൻ്റെ അടുത്താണെങ്കിലും പ്രപ്പോസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും അറിയാം, ആള് തന്നെ ട്രെയിനിൽ വെച്ചിട്ട് പെട്ടെന്ന് കിസ് ചെയ്തിട്ട് ഐ ലവ് യു പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇനി ഞാൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും കിസ് ചെയ്യോ, ആൾക്കാരുള്ളതല്ലേ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട്, അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഞാൻ ഐ ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു, പാടില്ല, അതായത് ഇങ്ങനെയാ. ഞാൻ ഒരുപാട് സമയത്ത് ചിന്തിച്ചിട്ട് ഞാൻ പിന്നെ ആളെ വിളിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ കരിയർ നോക്കണം. പക്ഷെ അതല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ പോകെ പോകെ പുള്ളിയുടെ പെരുമാറ്റം, പുള്ളിയുടെ സംസാരം, കാര്യങ്ങൾ, അതിലാണ് പിന്നെ എനിക്ക് ആളടുത്ത് ഇഷ്ടം തോന്നിയത്. ഒരിക്കലും ഞാൻ അർജുൻ്റെ ലുക്കോ കാര്യങ്ങളോ അല്ല നോക്കി. ഇതെന്താണെന്നറിയോ, നമ്മൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. അതെ. ഈ ലുക്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആളോടുള്ള ഒരു ഇഷ്ടം പോകൂലേ. ഇപ്പൊ കല്യാണം കഴിച്ച എൻ്റെ കാമുകനോടും ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ലിസ്റ്റ് വെച്ചിട്ടില്ല.